ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കാർണിവലാണ് ശാന്തിഗിരി ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് നാളെയായിട്ട് ഇവിടെ അവസാനിക്കേണ്ട ഈ ഫെസ്റ്റിവലിന് വീണ്ടും അടുത്ത ഒരു മാസം കൂടി നീളുകയാണ്. അപ്പം ഇന്ത്യയിൽ ഇതുവരെ ഇങ്ങനെ ഒരു ലെങ്തിയസ്റ്റ് ആയിട്ടൊരു കാർണിവൽ നടന്നിട്ടില്ല. ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ജാതി മതസ്ഥരും എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. സാറ് പോകുന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിനെ പ്രതിനിധീകരിച്ച് അവിടുത്തെ ഗവർണറായിട്ടാണ്. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ഇങ്ങനെയൊരു സംവിധാനം ചെയ്യുമ്പോൾ നമ്മളുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സപ്പോർട്ട് ചെയ്യേണ്ടേ? ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടന്നാൽ പോലും ഫിലിം ഫെസ്റ്റിവലിന് വരെ സപ്പോർട്ടുണ്ട്. അപ്പം നമുക്കൊരു സപ്പോർട്ട് കിട്ടാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് പറയണം. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിട്ട് അവിടുത്തെ കലാകാരന്മാരെ ശാന്തിഗിരിയിലേക്ക് ഒരു 3 ദിവസം കൂടി എത്തിച്ചൊരു നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പ് നടത്തുന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ചുകൂടെ? ശാന്തിഗിരി ചെയ്യുന്ന കാര്യം നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ പൈതൃകത്തെ ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന സംരംഭങ്ങളാണ്. ബംഗാളിൽ ശാന്തി നികേതൻ പോലെ കേരളത്തിൽ ശാന്തിഗിരി എന്ന് പറയാം. ശാന്തിയും സമാധാനവും സമൂഹത്തിൽ വിന്യസിക്കാനുള്ള യജ്ഞത്തിലാണ് ശാന്തിഗിരി ഏർപ്പെട്ടിരിക്കുന്നത്. നിശ്ചയമായും ഗവൺമെൻറ്റുകൾ മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ പിന്തുണയ്ക്കേണ്ട ഒരു സംരംഭമാണിത്. അതിൻ്റെ പിന്നിൽ ജനങ്ങളുടെ എല്ലാം വൈകാരികമായ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തീർച്ചയായിട്ടും. അതായത് സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കാര്യത്തിൽ വെസ്റ്റ് ബംഗാൾ കലാകാരന്മാർ ഇവിടുത്തെ ഞങ്ങളൊരു ശ്രമം നടത്താം, മലനാട് ടിവിയും ശാന്തിഗിരിയും ചേർന്നൊരു ശ്രമം നടത്താം. ഈ നീണ്ടു നിൽക്കുന്ന മാസങ്ങൾക്കിടയിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് അങ്ങയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ഇന്നലെ എറണാകുളത്ത് ഫൈൻ ആർട്സ് ഹാളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബംഗാൾ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം നിശ്ചയമായും ശാന്തിഗിരിയിൽ വെച്ച് നടത്താൻ സന്തോഷമേ ഉള്ളൂ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. ഇനിയും ശാന്തിഗിരിക്കൊപ്പം നിന്ന് ഏത് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മുൻകിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. You are watching India's first NGO television, Malanadu TV India.